1 കൊരിന്ത്യർ 15:37-38. ഉണ്ടാകാനിരിക്കുന്ന പദാർത്ഥമല്ല നീ വിതയ്ക്കുന്നത്, ഗോതമ്പിന്റെയോ മറ്റു വല്ല ധാന്യത്തിന്റെയോ വെറും ഒരു മണി മാത്രം. എന്നാൽ ദൈവം തന്റെ ഇഷ്ടമനുസരിച്ച് ഓരോ വിത്തിനും അതിൻ്റെതായ ശരീരം നൽകുന്നു. എല്ലാ ശരീരവും ഒന്നുപോലെ. മതി. അപ്പോൾ ദൈവമാണ് ആ വിത്തിന് ശരീരം കൊടുക്കുന്നത്. ദൈവത്തിന്റെ വചനമാകുന്ന വിത്ത്, അനുഗ്രഹമാകുന്ന വിത്ത് നമ്മൾ നടുമ്പോൾ അതിന്റെ ഫലം ദൈവമാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ സമയത്തും തക്ക വിധത്തിലും നമുക്ക് ഫലം തരുന്നതായിരിക്കും. കാരണം എന്താണ്? നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല ദൈവം വിചാരിക്കുന്നത്. ദൈവത്തിന്റെ വചനം ഐസ്യപ്രവാചന പുസ്തകം 55-ാമത്തെ അധ്യായം 8-9 വചനങ്ങൾ വളരെ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. നമ്മളുടെ ചിന്തകൾ പോലെ അല്ല ദൈവത്തിന്റെ ചിന്തകൾ, നമ്മളുടെ വഴികൾ പോലെ അല്ല ദൈവത്തിന്റെ വഴികൾ. അത് തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എവിടെയാണ്? ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസം പോലെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ചിലപ്പോൾ ലൗകിക തലത്തിൽ ചിന്തിക്കുമായിരിക്കും, ഞാൻ ഈ വിത്ത് വിതച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിത് കൊയ്യാൻ പറ്റും. പക്ഷെ ദൈവത്തിന്റെ വഴികൾ നമ്മളുടെ വഴികളെക്കാൾ ശ്രേഷ്ഠമാണ്, അതിനേക്കാൾ ഉന്നതമാണ്. ഒന്ന് വായിച്ചേ. എന്റെ ചിന്തകൾ നിങ്ങളുടെ വഴികൾ എന്റേതുപോലെയും അല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എന്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമാണ്. അപ്പോൾ പലപ്പോഴും ദൈവത്തിന്റെ വചനമാകുന്ന, അനുഗ്രഹമാകുന്ന ആ വിത്തിന് ഫലം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫലമായിരിക്കുകയില്ല കിട്ടുന്നത്. കാരണം ദൈവത്തിന്റെ ഹിതമനുസരിച്ചും നമ്മളുടെ ചിന്തകളെക്കാൾ ശ്രേഷ്ഠമായ തരത്തിലുള്ള ഒരു ഫലമായിരിക്കും ദൈവം നമ്മൾക്ക് നൽകുന്നത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മർക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 26 മുതൽ 29 വരെ വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെയും പറയുന്നുണ്ട്, ദൈവമാണ് വളർച്ച തരുന്നത്. ഹി പ്രൊവൈഡ്സ് ദ ഗ്രോത്ത് ആൻഡ് ദ ഹാർവെസ്റ്റ് ഇൻ അവർ ലൈഫ്സ്. വായിച്ചേ. അവൻ പറഞ്ഞു, ദൈവരാജ്യം ഒരുവൻ ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നതിന് സദൃശം. അവൻ രാവും പകലും ഉറങ്ങിയും ഉണർന്നും കഴിയുന്നു. അവൻ അറിയാതെ തന്നെ പൊട്ടിമുളച്ച് വളരുന്നു. ആദ്യമില, പിന്നെ കതിര്, ധാന്യമണികളും ഭൂമി ഫലം പുറപ്പെടുവിക്കുന്നു. ധാന്യം അരുവാൾ വെക്കുന്നു. അപ്പോൾ അതിന്റെ വളർച്ചയും ദൈവത്തിന്റെ വചനം നമ്മൾ എന്ന് നമ്മളുടെ ഹൃദയത്തിൽ നടുന്നുവോ അത് ദൈവത്തിന്റെ സമയത്തും ദൈവത്തിന്റെ വിധത്തിലും അത് ഫലമുണ്ടാക്കും. അത് മനുഷ്യനല്ല തീരുമാനിക്കേണ്ടത്. പലപ്പോഴും നമുക്ക് നിരാശ വരുന്നത് നമ്മളുടെ സമയത്തും നമ്മളുടെ രീതിയിലും ഫലം ഉണ്ടാകുന്നില്ല എന്നുള്ള അതുകൊണ്ടാണ് നമ്മൾക്ക് ആകുലത ഉണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ഫലം പുറപ്പെടുവിക്കുന്നത് ആരാണ്? യേശു ക്രിസ്തുവാണ് ഫലം പുറപ്പെടുവിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 5-ാമത്തെ വചനം പിന്നെയും പറയുന്നുണ്ട്, ആ ദൈവമാണ് നമുക്ക് എല്ലാം നൽകി തരുന്നത്. ഒന്ന് വായിച്ചേ. ലൂക്ക 5:5. പറഞ്ഞു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി. അവരുടെ വല കീറി തുടങ്ങി. നമ്മൾ മനസ്സിലാക്കണം, അവിടെ എന്താണ്? യേശുക്രിസ്തു അവരുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ അവർ പഠിച്ച ആ ഒരു ഉദ്യോഗം എന്താ? മീൻപിടുത്തമായിരുന്നു. അത് അവരുടെ അറിവിൻ്റെ അളവനുസരിച്ച് അവർ പ്രയത്നിച്ചിട്ട് പോലും ഫലമൊന്നും ഉണ്ടായില്ല. നമ്മുടെ ജീവിതത്തിലും നമ്മളുടെ ചിന്തകളും നമ്മളുടെ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു ഫലവും ഉണ്ടായില്ലെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്, ദൈവത്തിൻ്റെ വചനത്തിൽ അനുഗ്രഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് എത്ര നമ്മൾക്ക് നമ്മളുടെ സ്വന്തം പ്രയത്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പരാജയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഫലമുണ്ടാകും. അവിടെ അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, nevertheless at thy word I will drop the net, I will cast the net. Nevertheless, അവൻ അറിയാമായിരുന്നു യേശു ക്രിസ്തു മുക്കുവനല്ല, അവൻ മീൻപിടുത്തക്കാരനല്ല. പക്ഷേ അവൻ അറിയാമായിരുന്നു അവൻ ദൈവത്തിൻ്റെ പുത്രനായിരുന്നു എന്ന്. അവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹമാകുന്ന വചനങ്ങളാണ് യേശുവിൻ്റെ അതരത്തിൽ നിന്ന് വന്നത്. യേശു പറഞ്ഞു, അവിടെ ഇറക്കുക, ആഴത്തിൽ നീ വല ഇറക്കുക. അപ്പോൾ പറഞ്ഞത് എന്താണ്? Lord, we have toiled all night and we have caught nothing but at thy word. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം നമ്മൾ അനുസരിക്കുകയാണെങ്കിൽ അത് ഫലമുണ്ടാകും. അവിടെ മീൻ ഒന്നും പിടിക്കാത്ത ആ പത്രോസ് അവിടെ അന്ന് പിടിച്ച മീനിൻ്റെ അളവ് നോക്കുകയാണെങ്കിൽ അവരുടെ ബോട്ട് മുങ്ങാറായി, അവരുടെ സുഹൃത്തുക്കളുടെ ബോട്ടും
മുങ്ങാറായി. അത് കഴിഞ്ഞ് പിന്നെയും ഉണ്ടായിരുന്നു, അതുപോലും എടുക്കാൻ പറ്റാത്ത തരത്തിൽ അബണ്ടൻസ് ദൈവം കൊടുത്തിരുന്നു. പിന്നെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഫലമില്ലാത്ത ഒരു അവസ്ഥയാണ്, ഒരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ ദൈവത്തിൻ്റെ വചനം അനുസരിക്കാത്തത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് നമ്മൾ വിത്ത് വിതയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും അനുഗ്രഹത്തിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. കാരണം നമ്മൾ മനസ്സിലാക്കണം, അവിടെ പത്രോസ് തീർച്ചയായിട്ടും പറഞ്ഞു കാണും, എനിക്കിത് മനസ്സിലാകുന്നില്ല, ബട്ട് അറ്റ് ദൈ വേർഡ് ഐ വിൽ ഡു ഇറ്റ്. എനിക്കിതെങ്ങനെ സംഭവിക്കുമെന്ന് തന്നെ അറിഞ്ഞുകൂടാ, പക്ഷേ അറ്റ് ദൈ വേർഡ് ഐ വിൽ ഡു ഇറ്റ്. മറിയം പറഞ്ഞല്ലോ അല്ലേ, I do not know the man, but thy will be done. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ആ വചനം നമ്മൾ അത് അരിച്ച് ഗുണിച്ച് നോക്കി അങ്ങനെ നമ്മുടെ ബുദ്ധിയിൽ മനസ്സിലാക്കിയിട്ടല്ല വിശ്വസിക്കുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് കാണാതെ വിശ്വസിക്കണം. ഇറ്റ് മസ്റ്റ് ബി ബ്ലൈൻഡ് ഫെയ്ത്ത്. അപ്പോൾ മാത്രമാണ് അത് വിശ്വാസമാകുന്നത്. കാരണം നമ്മൾ മനസ്സിലാക്കണം, ദൈവം നമ്മൾക്ക് വചനത്തിലൂടെ നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 28-ാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ അവിടെ ദൈവം നമ്മൾക്ക് ആധിപത്യവും അധികാരവും തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒന്ന് വായിക്കാമോ? ഉൽപ്പത്തി 1:28. അപ്പൊ എങ്ങനെയാണ് ദൈവത്തിന്റെ അനുഗ്രഹം വന്നത്? എങ്ങനെയാണ്? ദൈവം പോക്കറ്റിൽ നിന്ന് കുറെ സാധനങ്ങളൊക്കെ എടുത്ത് തന്നല്ലേ, കുറെ പൈസയൊക്കെ തന്നു? അല്ല, ദൈവം അനുഗ്രഹിച്ച് എങ്ങനെയാണ്? വചനം ഇങ്ങനെ സംസാരിച്ചു. ഒന്ന് വായിച്ചു സിസ്റ്ററെ. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു. എങ്ങനെ അനുഗ്രഹിച്ചു? ഇങ്ങനെ. അതെങ്ങനെ വായിച്ചേ? He was speaking out. അനുഗ്രഹങ്ങൾ സംസാരിച്ചു. ഹലോ, പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ? ദൈവം ഇങ്ങനെ അനുഗ്രഹിച്ചു. God thus blessed them this way. He spoke. അപ്പോൾ ദൈവത്തിന്റെ അധരങ്ങളിൽ നിന്ന് വന്ന വചനമാണ് അനുഗ്രഹം. He blessed them. ഒന്നും കൂടെ വായിച്ചു. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു. സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. അപ്പൊ വചനത്തിലൂടെ വാഗ്ദാനങ്ങൾ കൊടുത്ത് അനുഗ്രഹിച്ചു. വായിച്ചു ബാക്കി. കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ, ദൈവം അരുളി ചെയ്തു. ഭൂമുഖത്തുള്ള ധാന്യം വിളയുന്ന എല്ലാ ചെടികളും. മതി. അപ്പോൾ മനസ്സിലാക്കണം, അവിടെ വചനം ആയിരുന്നു അനുഗ്രഹം. ആ അനുഗ്രഹം നമ്മൾക്ക് ആധിപത്യം തന്നു. അപ്പൊ വചനമാകുന്ന അനുഗ്രഹത്തിലൂടെ ദൈവം നമ്മൾക്ക് ആധിപത്യവും അധികാരവും തന്നു. അപ്പോൾ ആ ആധിപത്യവും അനുഗ്രഹവും അധികാരവും ദൈവം തന്ന ആ വചനമാകുന്ന അനുഗ്രഹത്തിന്റെ ഫലമാണ്. അപ്പോൾ what he spoke, the authority that he gave you by the spoken word is a blessing. The fruit of the blessing is the authority and the dominion that God gave man over whatever creation there was. പിന്നെ നമ്മൾ മനസ്സിലാക്കണം, അപ്പോൾ ആ ദൈവത്തിന്റെ വചനം ആണ് produce the blessing resulting in his dominion and authority being transferred to man from God. ദൈവത്തിന്റെ അധികാരം മനുഷ്യന് ദൈവം അത് കൈമാറുകയായിരുന്നു. എങ്ങനെ? സംസാരം, ദൈവത്തിന്റെ അധരങ്ങളിൽ നിന്ന് വന്ന വചനങ്ങൾ വഴി. പ്രിയപ്പെട്ട, നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്, അനുഗ്രഹം വചനമാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ മത്തായിയുടെ സുവിശേഷം നോക്കുകയാണെങ്കിൽ 4-ാമത്തെ അധ്യായം 4-ാമത്തെ വചനം പറയുന്നുണ്ട്. But he answered and said, it is written, man shall not live by bread alone, but by every word that proceeds from the mouth of God. From the mouth of God. ഒന്ന് വായിച്ചേ. അവൻ പ്രതിവചിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നതെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അവിടെ ആ ദൈവത്തിന്റെ അനുഗ്രഹം പറയുന്നത് എവിടെ നിന്നാണ്? അപ്പം കൊണ്ടല്ല, ബാഹ്യമായി നമ്മൾ കാണുന്ന, കണ്ണുകൊണ്ട് കാണുന്ന, അല്ല തൊടാൻ സ്പർശിക്കാൻ പറ്റുന്ന നമ്മൾ ഈ ലോകത്തിന്റെ കാര്യങ്ങൾ കൊണ്ടല്ല മനുഷ്യൻ ജീവിക്കുന്നത്. പക്ഷെ മനുഷ്യൻ ജീവിക്കുന്നത്, ഇപ്പം ഞാനിന്ന് ശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം എവിടെ നിന്നാ? ദൈവത്തിന്റെ വചനത്തിൽ നിന്നാണ് വരുന്നത്. He says that man shall not live by bread alone, but by every word that proceeds from the mouth of God. അപ്പോൾ എൻ്റെ ജീവിതം ഞാൻ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ എവിടെയാണ് അതിൻ്റെ ഉറവിടം? It is by the word that proceeds from the mouth of God. Are you with me? ഒരു hallelujah. Hallelujah. So I live
I have authority. ഞാൻ ജീവിക്കുന്നതും എനിക്ക് ആധിപത്യവും എല്ലാം ഉള്ളത്, അധികാരമുള്ളതെല്ലാം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നാണ്. ദൈവത്തിൻ്റെ whatever proceeds from the mouth of God, അതിനങ്ങളിൽ നിന്ന് എല്ലാ വാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് അധികാരമുള്ളത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ദൈവം നമ്മളെത്ര അനുഗ്രഹീതരാണ്. കാരണം നമുക്ക് ഈ വചനം ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുകയാണ്. ദൈവം ഈ ജീവൻ്റെ വചനങ്ങൾ നമുക്ക് തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്. ആ വിതക്കാരൻ്റെ ഉപമ നോക്കുകയാണെങ്കിൽ അവിടെ വേറെ വലിയൊരു കാര്യം ഉണ്ടായിരുന്നു. ഫലം പുറപ്പെടുവിക്കുന്നത് നേരത്തെ നമ്മൾ ഇത് പങ്കുവച്ചിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ ആഴമായി മനസ്സിലാക്കേണ്ട ഒരു സത്യം ഇതാണ്. ആ വിതക്കാരൻ്റെ ഉപമ നോക്കുകയാണെങ്കിൽ അവിടെ ഫലം പുറപ്പെടുവിച്ച ഒരു വിത്തും ഫലം പുറപ്പെടുവിക്കാത്ത വിത്തല്ല, ആ ഗ്രൗണ്ട്, ആ സ്ഥലവും ഫലം പുറപ്പെടുവിച്ചതും തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു? ഒന്നിന് വചനം മനസ്സിലാക്കാൻ പറ്റി, മറ്റത് മനസ്സിലാക്കാൻ പറ്റിയില്ല. നമ്മൾ നോക്കാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് മത്തായിയുടെ സുവിശേഷം നോക്കുകയാണെങ്കിൽ 13-ാമത്തെ അധ്യായം 19-ാമത്തെ വചനത്തിൽ ആ ആശയം വളരെ വ്യക്തമായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് വായിക്കുക സിസ്റ്റർ. രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് മനസ്സിലാകാതിരിക്കുന്നവനിൽ നിന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് ദുഷ്ടൻ വന്ന് അപഹരിക്കുന്നു. ഇതാണ് വഴിയരികിൽ വീണ വിത്ത്. അതാണ്. അപ്പോൾ ആ വിത്ത് എന്താണ്? ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലാണ് നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിനെ സമീപിക്കുന്നത് എങ്കിൽ മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് അത് ദുഷ്ടൻ വന്നിട്ട് അത് കുത്തിക്കൊണ്ടുപോവുകയാണ്. ആ കുത്തിക്കൊണ്ടുപോയത് കൊണ്ട് ആ വിത്ത് അവിടെ ഇല്ല, അതുകൊണ്ട് അത് ഫലം പുറപ്പെടുവിക്കുന്നില്ല. അപ്പോൾ വചനം, ദൈവത്തിൻ്റെ വചനമാകുന്ന വിത്ത്, അനുഗ്രഹമാകുന്ന വിത്ത് നമുക്ക് ഫലം പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ആവശ്യം? ഗ്രഹിക്കണം. ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കാൻ പറ്റണം. We must understand the word of God. If you do not understand the word of God, it will not produce any fruit. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യം നമ്മൾ അനുഗ്രഹമാകുന്ന ആ വചനങ്ങൾ ഒന്ന് നമ്മൾ നേരത്തെ വായിച്ചു കേട്ടല്ലോ. God allows the rain and the dew to fall upon the earth. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും അത് പ്രാപിക്കാൻ പറ്റുന്നതാണ്. ഇറ്റ് ഈസ് അവൈലബിൾ. ദ ബ്ലെസ്സിങ് ഓഫ് ഗോഡ് ഈസ് അവൈലബിൾ ഫോർ ഓൾ ഹ്യൂമാനിറ്റി. ഇറ്റ് ഈസ് അവൈലബിൾ ഫോർ എവ്രി വൺ, ഇറസ്പെക്റ്റീവ് ഓഫ് അത് അവർ ഏത് മതത്തിലെ വ്യക്തികളായിക്കോട്ടെ, ഏത് രാജ്യത്തിലെ വ്യക്തികളായിക്കോട്ടെ, അവർക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനുള്ള ദൈവം ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ എന്നാ പറയുന്നത്, ഒരു അവകാശം, ഒരു എബിലിറ്റി ടു get the blessings of God. പക്ഷേ ആ blessings of God നമ്മൾ നേരത്തെ കേട്ടതുപോലെ ആ വിത്ത് വിതയ്ക്കുന്ന ആ ഉപമയുടെ പോലെയാണ്. അത് വീഴുന്നത് പല തരത്തിലുള്ള നിലത്താണ് വീഴുന്നത്. ഒന്ന് വഴിയരികിൽ വീടുകയാണ്. അവിടെ അത് എന്നാ പറയുന്നത്, സാത്താൻ വന്നിട്ട് അത് കൊത്തിക്കൊണ്ടുപോവുക. ചിലത് മുൾച്ചെടികളുടെ ഇടയിലാണ് വീഴുന്നത്, ചിലത് പാറയുടെ ഇടയിലാണ് വീഴുന്നത്, ചിലത് നല്ല നിലത്താണ് വീഴുന്നത്. അപ്പോൾ ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹമാകുന്ന വചനങ്ങൾ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. നമുക്കറിയാം ഇന്ന് ദൈവത്തിൻ്റെ വചനം ലോകമെമ്പാടും ആൾക്കാർ കേൾക്കാനുള്ള അവസരം ദൈവം ഒരുക്കിയിട്ടുമുണ്ട്. അപ്പോൾ ആ വചനങ്ങൾ എങ്ങനെ നമ്മൾ സ്വീകരിക്കുന്നുവോ അതനുസരിച്ചിരിക്കും ദൈവത്തിൻ്റെ വചനം ഫലം പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കാതെ അല്ലെങ്കിൽ ഒരു പാർഷ്യലായിട്ടുള്ളൊരു ദൈവമല്ല. കാരണം ദൈവത്തിൻ്റെ വചനം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ദൈവം ലോകത്തെ ഇത്രയധികം സ്നേഹിച്ചു. ഗോഡ് സോ ലവ് ദ വേൾഡ്. അപ്പോൾ ആ ദൈവം ആരെയൊക്കെ സ്നേഹിച്ചു? ലോകത്തിലുള്ള എല്ലാവരെയും സ്നേഹിച്ചു. പക്ഷേ ആ സ്നേഹമാകുന്ന, ദൈവത്തിൻ്റെ സ്നേഹമാകുന്ന ആ വചനം ഫലം പുറപ്പെടുവിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു കാര്യം ചെയ്യണമായിരുന്നു. നമ്മൾ യേശുവാകുന്ന നമ്മുടെ രക്ഷകനിൽ വിശ്വസിക്കണമായിരുന്നു. ആ വിശ്വാസമില്ലാതെ നമ്മൾക്ക് ആ ദൈവത്തിൻ്റെ സ്നേഹമാകുന്ന ആ അനുഗ്രഹം, ഫലമാകുന്ന രക്ഷ പുറപ്പെടുവിക്കുന്നില്ല. Are you with me? ഒരു ഹല്ലേലൂയ പറയൂ. This is something you have to take it in your spirit. അപ്പൊ ദൈവത്തിന്റെ സ്നേഹമാകുന്ന വിത്ത് ഫലം പുറപ്പെടുവിക്കാത്തതിന്റെ കാരണം യേശു ആകുന്ന ആ വിത്ത്, നമുക്കറിയാം വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട് അവന്റെ നാമം ദൈവ വചനമാകുന്നു. അപ്പൊ അനുഗ്രഹമാകുന്ന യേശു ആകുന്ന വിത്ത് അവിടെ ഫലം പുറപ്പെടുവിക്കാത്തതിന്റെ കാരണം എന്താണ്? അവര് യേശുവിൽ വിശ്വസിച്ചിട്ടില്ല. ആ വിശ്വസിക്കാത്തത് കൊണ്ട് രക്ഷയാകുന്ന ഫലം അവിടെ ഉണ്ടാകുന്നില്ല. അപ്പൊ രക്ഷ എന്ന് പറയുന്നത് ആ വിശ്വാസത്തിന്റെ, യേശുവിൻ്റെ ഫലമാണ്. ആരാണ് വിത്ത്? യേശുവാണ് വിത്ത്. ദൈവത്തിന്റെ ദാനം ആരാണ്? യേശുവാണ്.
യേശുവാണ് ദൈവത്തിന്റെ ദാനം. ഈസ് വചനത്തിൽ പറയുന്നുണ്ട്, ഈസ് എ ഇൻഡിസ്ക്രൈബിൾ ഗിഫ്റ്റ്. ഈസ് എ ഇൻഡിസ്ക്രൈബിൾ ഗിഫ്റ്റ്. നമ്മൾ മനുഷ്യനെ അത് മനസ്സിലാക്കാൻ പറ്റില്ല. ആ യേശുവിനെ നമുക്ക് ഒരു മുറിക്കകത്തിട്ടോ ഒരു ഇതിനകത്തിട്ട് പൂട്ടാൻ പറ്റില്ല. He is above all that. He is an indescribable gift of God, which is the manifestation of God's love for you and me. It's a manifestation of God's love for humanity, for the whole of mankind. പക്ഷെ എന്തുമാത്രം ആ വിത്ത് എവിടെ വീഴുന്നുവോ അതനുസരിച്ചാണ് ഫലം ഉണ്ടാകുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാവർക്കുമുണ്ട്, ദൈവത്തിൻ്റെ സ്നേഹം എല്ലാവർക്കുമുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹത്തിന് വ്യവസ്ഥയില്ല, പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വ്യവസ്ഥയുണ്ട്. ആ അനുഗ്രഹം ഫലം പുറപ്പെടുവിക്കണമെന്നുണ്ടെങ്കിൽ വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ എന്താണ്? God's word says, God so loved the world that he gave his only begotten son, that whosoever believeth in him shall not perish but have everlasting life. അപ്പോൾ everlasting life എന്ന് പറയുന്നത് യേശു ആകുന്ന ആ അനുഗ്രഹമാകുന്ന വിത്തിന്റെ ഫലമാണ്. It is the fruit. It is a fruit of the seed of Jesus Christ. അപ്പോൾ മനസ്സിലാക്കേണ്ട വലിയ സത്യമാണ്, ഈ വിത്തില്ലാതെ ഫലമുണ്ടാകുകയില്ല, യേശുവില്ലാതെ രക്ഷയുണ്ടാകുകയില്ല. Are you with me? ഒരു ഹല്ലേലൂയ പറയൂ പ്ലീസ്. ഒരു ഹല്ലേലൂയ പറയൂ. യേശു ആകുന്ന വിത്ത് ഇല്ലാതെ രക്ഷയാകുന്ന ഫലം ഉണ്ടാകുകയില്ല. അതുകൊണ്ട് രക്ഷ എവിടെയുള്ളത്? യേശു ആകുന്ന വിത്തിലാണ് പ്രിയപ്പെട്ടവരെ. നെല്ല് കൊയ്താൽ നെല്ല് നട്ടാൽ നെല്ല് കൊയ്യും. രക്ഷയാകുന്ന യേശുവിനെ നമ്മൾ നട്ടാൽ, നമ്മുടെ ഹൃദയത്തിൽ നട്ടാൽ കൊയ്യുന്നത് രക്ഷ. വേറെ ഒന്നും കൊയ്യാൻ പറ്റുകയില്ല. The physical principle, what you will reap what you sow. അല്ലേ? You will reap what you sow. If you sow Jesus, you will reap Jesus. Are you with me? ഒരു hallelujah പറയൂ. You must be so happy. If you sow Jesus, you will reap Jesus. If you sow the word, you will reap life. Because he says, I am the way, I am the truth, and I am the life. Revelation says, I am the word of God. The word became flesh. Jesus became flesh and dwelt amongst us. So my dear brother, my dear sister, നമ്മൾ ഇന്ന് ചെയ്യേണ്ടത് യേശു എന്ന വിത്തിനെ നടണം. യേശു എന്ന വിത്ത് നമ്മൾ നടണം. അപ്പോൾ രക്ഷയാകുന്ന ഫലം നമ്മൾ കൊയ്യും. രക്ഷയാകുന്ന ഫലം നമ്മൾ കൊയ്യും. ഹല്ലേലൂയ. Isn't it good news? ഇതാ പറയുന്നത്, this is the good news. പലപ്പോഴും ഗുഡ് ന്യൂസ് ഒക്കെ പറയുന്നത് ചിലർ വിചാരിക്കും എനിക്കൊരു സൗഖ്യം കിട്ടുകയാണ്, അല്ലെങ്കിൽ എനിക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്ന് എനിക്കൊരു വിടുതൽ കിട്ടുകയാണ്. പ്രിയപ്പെട്ടവരൊക്കെ അതൊക്കെ എന്നാ പറയുന്നത്, ഗുഡ് ന്യൂസിന്റെ ഒരു എന്നാ പറയുന്നത്, ഇങ്ങനെ ഒരു ഇറ്റ് ഇസ് ജസ്റ്റ് byproduct. Hallelujah. Praise the Lord. Byproducts. Hallelujah. Byproducts of that great gift of salvation. Hallelujah. Praise the Lord. His presence is here. His presence is here. Hallelujah. Hallelujah. അപ്പോൾ നമ്മൾ ആദ്യം ആ വചനമാകുന്ന അനുഗ്രഹമാകുന്ന യേശു ക്രിസ്തുവാകുന്ന വിത്ത് നമ്മൾ വിശ്വാസത്താൽ നമ്മൾ നടണം. നട്ടാ പിറ്റേ ദിവസം തന്നെ കൊയ്യാൻ പറ്റുമോ? ഹലോ, ഒരു കൃഷിക്കാരനും പിറ്റേ ദിവസം കൊയ്യാനല്ല നടുന്നത്. അവനറിയാം ആ വിത്തിന് അതിൻ്റെതായ കാലത്ത് അതിൻ്റെതായ രീതിയിൽ അത് ഫലം പുറപ്പെടുവിക്കും. അതിൻ്റെതായ രീതിയിൽ നമുക്കറിയാം. ഇപ്പം റബ്ബർ കൃഷി അറിയുന്നവർക്കറിയാം, ഓരോ തരത്തിലുള്ള ബഡ്വുഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഓരോ തരത്തിലുള്ള ഫലം കിട്ടും. ചിലതിന് തടിക്ക് വണ്ണം ഉണ്ടാവും, ചിലതിന് കാറ്റ് വീഴ്ച കുറയും, ചിലതിന് അങ്ങനെ ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. ഒരേ സ്പീഷി, ഒരേ മരമാണെങ്കിൽ, റബ്ബർ മരം തന്നെയാണെങ്കിൽ പോലും അതിൻ്റെതായ, ചിലതിന് പാല് കൂടുതൽ കിട്ടും, ചിലതിന് പാല് കുറവാണ്, പക്ഷേ അത് ചീക്ക് വരികയില്ല, കേട് കുറവായിരിക്കും. അങ്ങനെ നമുക്കറിയാം. ഞാൻ പറയുന്നത് പറയാൻ എളുപ്പമാണ്, കാരണം മറ്റു കൂടി എനിക്ക് വലിയ പിടിയില്ല. അപ്പോൾ ഇത് നമുക്കറിയാം, ഒരേ സാധനം റബ്ബർ മരം തന്നെയാണെങ്കിൽ പോലും പലതരത്തിലുള്ള വെറൈറ്റീസ് ഉണ്ട്. ഓരോ വെറൈറ്റിക്കും അതിൻ്റെതായ പ്രത്യേകത സ്വഭാവമുണ്ട്. അപ്പോൾ മനുഷ്യൻ തിരഞ്ഞെടുക്കും. ചിലവർ ഞാൻ ഈ വെറൈറ്റി നടാം, ഞാൻ ഈ വെറൈറ്റി നടാം. ചിലത് ഉയരത്തിൽ നടാൻ പറ്റുന്നതാണ്, ചിലത് താഴ്വാരയിൽ നടാൻ പറ്റുന്നതാണ്. അപ്പോൾ പലതരത്തിലുണ്ട്. പ്രിയപ്പെട്ടവർ, നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വചനം നമ്മൾ അതിൻ്റെ തക്ക സമയത്ത് തക്ക രീതിയിൽ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ഫലം പുറപ്പെടുവിക്കും. അപ്പോൾ ഇന്ന് നട്ടാൽ നാളെ കൊയ്യില്ല. അപ്പോൾ നമ്മൾ അത് വി മസ്റ്റ് nurture it. We must nurture that word in patience. എന്നാ പറയുന്നത്? പേഷ്യൻസിന് ക്ഷമയോടുകൂടി ആ വചനത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, he who waits upon the Lord shall renew their strength.
You have to wait upon the Lord. പലവർക്കും നിരാശ വരുന്നതാണ്, ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചു നാളെ എനിക്ക് സൗഖ്യം കിട്ടിയില്ല, ഇന്ന് പ്രാർത്ഥിച്ചു നാളെ എനിക്ക് വിടുതൽ കിട്ടിയില്ല. അപ്പോൾ മനസ്സിലാക്കണം ഇവിടെ, if you wait upon the Lord, you will renew your strength. You will mount up with wings like eagles. You will run and you will not be weary. You will walk and you will not faint. എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ വാഗ്ദാനത്തിന്റെ വചനങ്ങൾ വിശ്വസ്തനാണ് പ്രിയപ്പെട്ടവരെ. അത് പാഴായി പോവുകയില്ല. നേരത്തെ നമ്മൾ വായിച്ചു കേട്ടില്ലേ, ഞാൻ അയക്കുന്ന വചനങ്ങൾ അത് പാഴായിട്ട് വരികയില്ല, അത് തിരികെ വരും. പക്ഷെ അത് അയച്ച പ്രവർത്തികൾ ചെയ്തിട്ടേ തിരികെ വരികയുള്ളൂ. It will accomplish the purpose for which it was sent. Our God is such a great God. Hallelujah. Oh, hallelujah. What a privilege to serve this God, who is a covenant keeping God. അവൻ്റെ വാക്കുകളൊന്നും പാഴായി പോവുകയല്ല പ്രിയപ്പെട്ടവരെ. നമുക്ക് ചിലപ്പോൾ നിരാശ വരും. കാരണം എന്താണ്, നമ്മൾ ദൈവത്തിന് ഒരു ടൈം ടേബിൾ കൊടുത്തിട്ടുണ്ട്, ദൈവത്തിന് നമ്മളൊരു പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇറ്റ് ഇസ് ടൈം നമ്മൾ നമ്മുടെ പ്രോഗ്രാം, നമ്മുടെ ടൈം ടേബിൾ മാറ്റിയിട്ട് ദൈവത്തിൻ്റെ പ്രോഗ്രാമിലോട്ട് പോകുക. കാരണം അതല്ലേ നേരത്തെ നമ്മൾ വായിച്ചു കേട്ടത്, മൈ വേസ് ആർ നോട്ട് ലൈക്ക് യുവർ വേസ്, മൈ തോട്ട്സ് ആർ നോട്ട് ലൈക്ക് യുവർ തോട്ട്സ്, മൈ തോട്ട്സ് ആർ മോർ. Hallelujah. The difference is that my thoughts, the difference between your thoughts and my thoughts are the difference between the heavens and the earth. Hallelujah. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്, ആ അനുഗ്രഹമാകുന്ന ദൈവമാകുന്ന വചനമാകുന്ന യേശു ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കുകയും ആൻഡ് ഗിവ് യുവർ ലൈഫ് ടു ജീസസ്. അവൻ്റെ ഹിതമനുസരിച്ച് അവിടെ ഫലം പുറപ്പെടുവിക്കാൻ. അപ്പോൾ അത് 100 മേനി, 30 അല്ല 60 അല്ല, 100 മേനി ഫലം പുറപ്പെടുവിക്കും. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കണം. വെയിറ്റ് ഫോർ ദ ഹാർവസ്റ്റ്. കാരണം ദൈവത്തിൻ്റെ വചനം എല്ലാ ഫിസിക്കൽ പ്രിൻസിപ്പിൾസിനേക്കാൾ ശ്രേഷ്ഠമാണ് ദൈവത്തിൻ്റെ ഫിസിക്കൽ പ്രിൻസിപ്പിൾ. നമ്മൾ നെല്ല് നട്ടിട്ടുണ്ടെങ്കിൽ എത്ര എനിക്ക് അറിഞ്ഞൂടാ, 30, 60 ദിവസമോ 90 ദിവസമോ കഴിയുമ്പോൾ കൊയ്യും. പ്രിയപ്പെട്ടവരെ, നട്ടാൽ കൊയ്യും, നട്ടാൽ കൊയ്യും. പക്ഷെ ദൈവത്തിൻ്റെ വചനമാകുന്ന വിത്ത്, അനുഗ്രഹമാകുന്ന വിത്ത് ദൈവത്തിൻ്റെ സമയത്ത്, ദൈവത്തിൻ്റെ രീതിയിൽ, ദൈവത്തിൻ്റെ അളവിൽ നമുക്ക് കൊയ്യുവാൻ പറ്റും. ജസ്റ്റ് ഗിവ് God a chance to work in your life. നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ദൈവത്തിന് ഒരു അവസരം കൊടുത്താൽ മതി. ഒരു അവസരം നമ്മൾ ദൈവത്തിന് കൊടുത്താൽ മതി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 7-ാമത്തെ വചനം പറയുന്നത്, he who is of God hears God's word. Therefore you do not hear because you are not of God എന്നാ പറയുന്നത്. അപ്പോൾ ദൈവത്തെ ജസ്റ്റ് ഒന്ന് വായിക്കാമോ? 8:47 സോറി, John 8:47. യോഹന്നാൻ, ദൈവത്തിൽ നിന്നുള്ളവൻ ദൈവത്തിന്റെ വാക്ക് ശ്രവിക്കുന്നു. വാക്ക് ശ്രവിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ളവൻ ദൈവത്തിന്റെ വാക്ക് ശ്രവിക്കുന്നു. ദൈവത്തിനുള്ളവൻ ദൈവത്തിന്റെ വാക്ക് ശ്രവിക്കുന്നു. നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരല്ല, അതുകൊണ്ട് നിങ്ങൾ അവ ശ്രദ്ധിക്കുന്നില്ല. നമ്മളെ കുറിച്ചല്ല പറയുന്നത് കേട്ടോ, നമ്മളെ കുറിച്ചല്ല പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന്റെ വചനങ്ങൾ ശ്രവിക്കുന്നവരാണ്. ശ്രവിക്കുക എന്ന് പറഞ്ഞാൽ ഈ ചെവി കൂടെ കേട്ടിട്ട് ഈ ചെവി കൂടെ പോവുക, അല്ലേ? ഈ ചെവി കൂടെ കേട്ടിട്ട് ഈ ചെവി കൂടെ പോവുക, അതല്ലേ ശ്രവിക്കുക? അല്ല. നമ്മളെല്ലാവരും ഇവിടെ മിക്കവരും പിതാക്കന്മാരും മാതാപിതാക്കന്മാരും ആണല്ലോ. നമുക്കറിയാം, പിള്ളേരെ നമ്മൾ ശാസിക്കുന്നത് എങ്ങനെയാണ്? എടാ നീ പറഞ്ഞാൽ കേൾക്കുകയില്ല, അല്ലേ? പറഞ്ഞാൽ കേൾക്കുകയില്ല. മകനോ മകളോ ചെവി പൊട്ട് ഉള്ളവനായിട്ടല്ല. ശ്രവിക്കുക എന്ന് പറയുന്നത് അനുസരിക്കുകയാണ്. ശ്രവിക്കുക. ഹിയർ മീൻസ് ടു ഒബേ, നോട്ട് ജസ്റ്റ് ടു ഹിയർ ഫ്രം വൺ ഇയർ ആൻഡ് ലെറ്റ് ഇറ്റ് ഔട്ട് ടു ദി അതർ. സോ ദൈവത്തിൻ്റെ വചനം, അപ്പോൾ നമ്മളൊന്ന് ചെറിയൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, ഹി ഹൂ ഈസ് ഓഫ് ഗോഡ് ഒബേസ് ഗോഡ്സ് വേർഡ്. ഹി ഹൂ ഈസ് ഓഫ് ഗോഡ് ഒബേസ് ഗോഡ്സ് വേർഡ്. Therefore മറ്റൊരു പറഞ്ഞാൽ ഒബേ ചെയ്യാത്തത് ദൈവത്തിൻ്റെ അല്ല എന്ന്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിക്കുന്നവരായിരിക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം, വിത്താകുന്ന ആ അനുഗ്രഹം നമ്മൾക്ക് പാകാനും അതനുസരിച്ച് നമുക്ക് ഫലം പുറപ്പെടുവിക്കുവാനും പറ്റുക. ഹല്ലേലൂയ. പിന്നെ ഹല്ലേലൂയ, മർക്കോസിന് സുവിശേഷം 4-ാമത്തെ അധ്യായം 24-25 വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ ദൈവം പറയുന്നുണ്ട്, ഈ കേൾക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കേട്ടു ദൈവത്തിൻ്റെ വചനം കേൾക്കണം. പക്ഷേ അവിടെ ദൈവം ഒരു താക്കീത് തരുന്നുണ്ട്, ഒരു താക്കീത്. ഇന്ന് പിശാചാകുന്ന ദുഷ്ടൻ മനുഷ്യരെ കളിപ്പിക്കുന്നത് എങ്ങനെയാണ്? വചനത്തിലൂടെയാണ് കളിപ്പിക്കുന്നത്. വായിച്ചേ 23. മാർക്ക് 4:24-25. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ, അവൻ പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുവിൻ. നിങ്ങൾ അളക്കുന്ന അളവിൽ തന്നെ നിങ്ങൾക്ക് അളന്നു കിട്ടും, കൂടുതലും ലഭിക്കും. ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും. ഒന്നും കൂടെ വായിച്ചത്.
കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അവൻ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുവിൻ, നിങ്ങൾ അളക്കുന്ന അളവിൽ തന്നെ. ഞാൻ ഇംഗ്ലീഷുള്ളത് വായിക്കാം, അവിടെ ആ മെയിൻ ആശയം മാറി വിട്ടുപോയി. He says, thus then he said to them, take heed what you hear. Take heed what you hear. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ എന്താണ് കേൾക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ എന്താണ് കേൾക്കുന്നത്? നിങ്ങൾ കേൾക്കും, പലതും കേൾക്കും, പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എന്താണ് കേൾക്കുന്നതെന്ന് ശ്രദ്ധിക്കുമെന്ന്. എന്താണെന്നുള്ള അവിടെ ഇല്ല. അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക്. എന്താണ് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഇന്ന് ലോകത്തിൽ പിശാച് കപടനാട്ടി ഈസ് എ ഡിസീവർ, കളിപ്പിക്കുന്നവനാണ്. അവൻ വചനത്തിലൂടെ അല്ല നിങ്ങളെ വന്ന് വ്യഭിചാരം ചെയ്യണമെന്നോ കൊലപാതകം ചെയ്യണമെന്നോ എന്ന് പറഞ്ഞ് കളിപ്പിക്കുകയില്ല. അവൻ ദൈവത്തിൻ്റെ സത്യവചനങ്ങളെ വളച്ചൊടിച്ച് നിങ്ങളെ അനുസരണക്കേടിൻ്റെ മക്കളാക്കും. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, നിങ്ങൾ എന്താണ് കേൾക്കുന്നത്, ആരെയാണ് കേൾക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ ശ്രദ്ധിക്കാതെ കേട്ടിട്ടുണ്ടെങ്കിൽ ആ സാത്താൻ ആ വചനമാകും. നമുക്കറിയാം ഈ മരുന്നുണ്ടല്ലോ, മരുന്ന് അതിങ്ങനെ ഈ ക്യാപ്സ്യൂൾ ഫോമിൽ അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ടാബ്ലറ്റ് ഫോമിൽ കിട്ടുമ്പോൾ, നല്ല ഗുളിക ഫോമിൽ കിട്ടുമ്പോൾ, നല്ല കയ്പുള്ള മരുന്ന് അങ്ങനെ കയ്പുള്ളതായിട്ടാണോ തരിക? അല്ല, അതിൻ്റെ മുകളിൽ ഒരു കളിപ്പീരിൻ്റെ ഒരു ഷുഗർ കോട്ടിംഗ് ഉണ്ടാവും, അല്ലേ? കളിപ്പീരിൻ്റെ ഒരു ഷുഗർ കോട്ടിംഗ് ഉണ്ടാവും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ വചനം കേൾക്കുമ്പോൾ കളിപ്പീരിൻ്റെ സാത്താൻ്റെ ആ എന്നാ ഡിസെപ്ഷൻ എന്ന് പറയാ, വഞ്ചന, ചതിയുടെ കളിപ്പീരാകുന്ന ആ ചില വചനങ്ങളിലൂടെ അവൻ നിങ്ങളെ ദൈവത്തിൻ്റെ സത്യത്തിൽ നിന്ന് മാറ്റും. അങ്ങനെ നമ്മൾ ആ യേശു ക്രിസ്തു ആകുന്ന രക്ഷകനിൽ നിന്ന് മാറിപ്പോയി. നമ്മൾ കേൾക്കുന്നതും കാണുന്നതൊക്കെ നല്ലതുപോലെ ആയിരിക്കും, പക്ഷേ അതിൻ്റെ ഉള്ളിൽ ജീവൻ്റെ വചനമായിരിക്കുകയില്ല, മരണത്തിൻ്റെ വചനമായിരിക്കും അവർ തരുന്നത്. കാരണം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദൈവപുത്രനെ സ്വന്തമാക്കിയവന് ജീവനുണ്ട്. യേശു ക്രിസ്തു ഇല്ലാതെ പ്രിയപ്പെട്ടവരെ ജീവൻ ഉണ്ടാകുകയില്ല. എത്ര നല്ല വ്യക്തികളുടെ പുറകെ നിങ്ങൾ പോയാലും അവിടെ ജീവനില്ല. കാരണം യേശു ക്രിസ്തുവാണ് ജീവന്റെ ഉറവിടം. അവനിലല്ലാതെ ജീവനില്ല. ഈ സത്യം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നിങ്ങൾ എന്ത് കേൾക്കും, ഇപ്പോൾ കേൾക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഇനി ഓടി നടന്ന് എവിടെയൊക്കെ എന്ത് കേൾക്കുന്നതല്ല വഴിയാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ സത്യവചനം വളച്ചൊടിച്ച് കളിപ്പിക്കുന്ന ഡിസെപ്ഷൻ്റെ വചനങ്ങൾ നിങ്ങൾ കേൾക്കരുത്. ചിലപ്പോൾ സാത്താൻ ഉപയോഗിക്കുന്നത് അധികാരമുള്ള വ്യക്തികളെ കൊണ്ട് സാത്താൻ്റെ വചനങ്ങൾ, മരണത്തിൻ്റെ വചനങ്ങൾ കൊടുക്കും. ആ കൊടുക്കുന്ന വ്യക്തിക്ക് പോലും ബോധ്യമുണ്ടാകുകയില്ലായിരിക്കും, അയാൾക്കും ബോധമില്ലായിരിക്കും. മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം ജീവനുള്ള വചനമാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത്, the words that I speak to you are spirit and life. പക്ഷെ അത് പറഞ്ഞ് the words I speak to you, that I speak to you are spirit and life. അല്ലാതെ കള്ളന്മാര് ഉണ്ടല്ലോ, നമ്മൾ വചനത്തിലുണ്ടല്ലോ, ഏഞ്ചൽ ഓഫ് ലൈറ്റ് അല്ലേ, ദൂതന്മാർ, പ്രകാശത്തിന്റെ ദൂതന്മാരായിട്ട് അങ്ങനെ ഏഞ്ചൽ ഓഫ് ലൈറ്റ് ആയിട്ട് വന്നിട്ട് ആ നാശത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ബിവെയർ വാട്ട് യു ഹിയർ. ഹല്ലേലൂയ. നമുക്ക് ഇത് ഇന്നിപ്പോൾ തീരുകയില്ല, നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നമ്മൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു സത്യം ഇതാണ്, നമ്മൾ കേൾക്കണം. ദൈവത്തിൻ്റെ വചനം പറയുന്നത് നിങ്ങൾ എന്താണ് കേൾക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ കേട്ടതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്, അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനമാകുന്ന അനുഗ്രഹമാകുന്ന യേശുവിനെ നമ്മൾ സ്വന്തമാക്കി നമ്മൾ സ്വീകരിച്ച് നമ്മൾ സ്നേഹിക്കുമ്പോൾ ആ വചനം ആകുന്ന അനുഗ്രഹം ഫലം പുറപ്പെടുവിക്കും നമ്മുടെ ജീവിതത്തിൽ. ആ ഫലമാണ് ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ കാണുന്നത്. ആ വചനമാകുന്ന അനുഗ്രഹത്തിൻ്റെ മഹത്വമാണ് നമ്മൾ കാണുന്നത്, നമ്മൾ തൊടുന്നതും നമ്മൾ അനുഭവിക്കുന്നതുമായി. അതുകൊണ്ടാണ് the word became flesh and dwelt amongst us and we beheld his glory. വചനം മാംസമായി നമ്മുടെ മധ്യ വസിച്ചു, നമ്മൾ അതിൻ്റെ മഹത്വം ദർശിച്ചു. അപ്പോൾ അനുഗ്രഹം യേശു ക്രിസ്തു ആകുന്ന വചനമാണ്.